الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം എല്ലാവരും അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്തും തൗബയും ഏറ്റവും കൂടുതലായി കാക്ഷിക്കേണ്ട, ആഗ്രഹിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഗ്ഫിറത്ത്, പാപങ്ങൾ പൊറുത്തുകിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ അബദ്ധങ്ങൾ അതിലൂടെ മറച്ചു കിട്ടുകയും പശ്ചാത്താപം എന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു നൽകുകയും ചെയ്യും എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ റമദാനിന്റെ ഓരോ പകലുകളും രാവുകളും നമ്മിൽ നിന്ന് അവസാനിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എത്രത്തോളം കഴുകി വൃത്തിയാക്കാൻ സാധിച്ചു എന്നതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ മനമുരുകി, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തേടുന്നു, വഅതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഈ കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം നാം ഓരോരുത്തരും നൽകുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്, വാഗ്ദാനമുണ്ട്. വഇന്നീ ലഗഫാർ, ഞാൻ ഏറെ പൊറുക്കുന്നവനാ. അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഗഫാർ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാ. അതുപോലെ തന്നെ ലിമൻ താബ, തൗബ ചെയ്യുന്നവർക്ക്. അത്തൗവാബ്, അല്ലാഹു ഏറെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പാപങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതെല്ലാം വിട്ടുതരുന്ന, മായിച്ചു തരുന്ന, അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് കാര്യങ്ങൾ പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തൗവാബ്. വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ, നമുക്കൊരു വിശ്വാസമുണ്ടാകണം. എന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്. എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ, വീഴ്ചകൾ, തെറ്റുകൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അവൻ എനിക്കത് പൊറുത്തു തരും. എന്നെ വഷളാക്കാതെ അല്ലാഹു അത് മറച്ചു വെക്കും. ഇത് ഇസ്ലാം നമ്മോട് ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് നേർമാർഗം പ്രാപിച്ച് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം എന്നാണല്ലോ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, പാപങ്ങൾ വന്നു പോകാത്ത, തെറ്റുകൾ സംഭവിക്കാത്ത ജീവിതം ആർക്കാണുള്ളത്? നമ്മളാരും മലക്കുകളല്ല. അല്ലാഹുവിന്റെ കൽപ്പനക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്തവർ അല്ലാഹുവിന്റെ മലക്കുകളാണ്. മനുഷ്യന്റെ പ്രകൃതം അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ ലം തുദ്നിബൂ ലദഹബല്ലാഹു ബിക്കും, നിങ്ങളിൽ പാപങ്ങൾ വരുന്നില്ല എങ്കിൽ, തെറ്റുകൾ സംഭവിക്കുന്നില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകും എന്നാണ്. വലജാഅ ബിഖൗമിൻ യുദ്നിബൂന, തെറ്റുകൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. അവരിൽ അബദ്ധങ്ങൾ, വീഴ്ചകൾ, പിഴവുകൾ വരും. ഫയസ്തഗ്ഫിറൂനല്ലാഹ്, അവരല്ലാഹുവിനോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടി തേടും. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഇതൊരിക്കലും തെറ്റുകൾ ചെയ്യാനുള്ള വാതിൽ തുറന്നിടുകയല്ല. നമ്മളെല്ലാവരും വലിയ പാപികളായി, കുറ്റക്കാരായി ജീവിതത്തിൽ മാറണമെന്ന് പഠിപ്പിക്കാനല്ല, മറിച്ച് നമുക്കൊരു ചിന്ത വരാതിരിക്കാനാണ്. ഞാനൊന്നും പാപിയല്ല, എന്റെ ഭാഗത്ത് തെറ്റുകളോ അബദ്ധങ്ങളോ ഇല്ല, ഞാൻ വേണ്ടാത്തരങ്ങൾ, മോശത്തരങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ നമുക്ക് തോന്നുക നമ്മളൊക്കെ മലക്കുകളെ പോലെയാണ്, ഒന്നും വന്നു പോകാത്ത വിശുദ്ധരായ ആളുകളാണ്. ആ ഒരു വിചാരം മനുഷ്യരായ നമ്മിൽ വരാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ദിവസങ്ങളിലും നന്മകളേക്കാൾ തിന്മകൾ, അതുപോലെ തന്നെ ശരിയേക്കാൾ തെറ്റുകൾ വന്നുപോകുന്നവരും സംഭവിക്കുന്നവരുമാണ് മനുഷ്യരായ നമ്മളൊക്കെ. എന്താണ് പരിഹാരം? ആ പാപങ്ങളിൽ ഉറച്ചു നിന്ന് ആ പാപങ്ങളിൽ മുങ്ങിപ്പോവുകയല്ല, മറിച്ച് ഖേദത്തോടുകൂടി അതെല്ലാം ഒഴിവാക്കി ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്നുറപ്പിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ നടത്തുക. വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള വല്ലാത്ത ഒരു പരിഹാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ മാതൃകാപൂർണമായ അധ്യാപനം ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്,
നിങ്ങൾക്കുള്ള പരിഹാരം ഇതാണ് എന്ന് നിർദ്ദേശിക്കുക മാത്രമല്ല, അവിടുന്ന് കൃത്യമായി അവിടുത്തെ ജീവിതത്തിലൂടെ അത് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു എന്നതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിലേക്ക്, അവസാന സമയത്തിലേക്ക് അടുത്ത ഘട്ടം, അവിടുന്ന് പറഞ്ഞു, ഖബ്ബറനി റബ്ബി, എന്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുന്നു, അന്നീ സാറാ അലാമത്തൻ ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഏതാനും അടയാളങ്ങൾ ഞാൻ കാണുമെന്ന് എന്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുന്നു. ഫൈദാ റഅയ്തുഹാ, ആ അടയാളം ഞാൻ കണ്ടു കഴിഞ്ഞാൽ, അക്ഫർതു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഞാൻ പിന്നെ അധികരിപ്പിക്കുന്ന വാക്കെന്താ അറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഈ 3 വാക്കുകൾ, ആ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അധികരിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അവധി അടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിച്ചത് ഒരു ചെറിയ സൂറത്തിലൂടെയാണ്. സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്താ അടയാളം? ഒന്ന് മക്കയുടെ വിജയമായിരുന്നു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവരും ആട്ടിയോടിച്ചവരും കുറ്റപ്പെടുത്തിയവരും വേദനിപ്പിച്ചവരും ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അത്ഭുതകരമായ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഉടനെ അവിടുന്ന് കൽപ്പിക്കപ്പെട്ട കാര്യം എന്താ അറിയോ? ഇസ്തിഗ്ഫാർ ചെയ്യുക, അതുപോലെ തന്നെ തസ്ബീഹ് നടത്തുക, അൽഹംദുലില്ലാഹ് പറയുക, വസ്തഗ്ഫിറു, റബ്ബിനോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തേടുക, ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന നാളുകളിൽ സഹോദരങ്ങളെ അധികരിപ്പിച്ചിരുന്നു എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമുക്കറിയില്ല. ഇന്ന് പകൽ അവസാനിക്കുമോ, നാളത്തെ രാവ് കാണുമോ, ഈ റമദാൻ മുഴുവനായി നമ്മൾ ഉണ്ടാകുമോ, ഒരു ഉറപ്പും നമുക്കില്ല. എത്രയാണ് സഹോദരങ്ങളെ നമുക്ക് റബ്ബിനോട് പറയാനുള്ളത്? എത്രയാണ് പാപങ്ങൾ മറച്ചു കിട്ടാനുള്ളത്? എത്ര തെറ്റുകളാണ് മായ്ച്ചു കിട്ടാനുള്ളത്? അതിനുള്ള വിലപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത്. സമയം നമ്മൾ കാണുക, മനസ്സിനെ അല്ലാഹ്ക്ക് വിട്ടുകൊടുക്കുക. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഇതറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇത് പഠിക്കാൻ പ്രയാസമുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാറിനും തൗബക്കും വേണ്ടിയുള്ള തേട്ടമാണ്. എല്ലാ ഇസ്തിഗ്ഫാറും തൗബയല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വഷളാക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ തെറ്റുകൾ കാരണം ശിക്ഷ കിട്ടാതിരിക്കാൻ, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള ഒരു മറയാണ് ഇസ്തിഗ്ഫാർ. തൗബ എന്ന് പറഞ്ഞാലോ തെറ്റുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അതിന്റെ അടയാളം പോലുമില്ലാതെ അള്ളാഹു മായിച്ചു തരികയാണ്. എല്ലാ തൗബയിലും ഇസ്തിഗ്ഫാറുണ്ട്, പക്ഷേ എല്ലാ ഇസ്തിഗ്ഫാറിലും തൗബയില്ല. രണ്ടും തമ്മിലുള്ള നേരിയ ഒരു വ്യത്യാസം അതാണ്. അതുകൊണ്ട് നിരന്തരം അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് റബ്ബിനോട് പറയുന്നവരായി മാറാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഇന്നഹു ലയുആനു അലാ ഖൽബി. എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ പതിവായി ചെയ്യേണ്ട, ഞാൻ കണിശമായി തെറ്റാതെ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് ദുനിയാവിലെ വല്ല തിരക്കിലും പെട്ട് ഞാൻ മറന്നുപോയോ വിട്ടുപോയോ എന്ന ഒരു തോന്നൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി എന്നാണ്. അവിടുന്ന് പറഞ്ഞു, വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ് ഫീ കുല്ലി യൗമിൻ മിഅത മറ. ആരാ സഹോദരങ്ങളെ ഇത് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ റബ്ബിനോട് ഒരു ദിവസം ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസങ്ങളിലും എന്റെ റബ്ബിനോട്
അസ്തഗ്ഫിറുല്ലാ എന്ന് 100 മർറ 100 തവണ ഞാൻ പറഞ്ഞിരുന്നു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഏതെങ്കിലും കാര്യങ്ങളിൽ അത് തെറ്റിക്കുന്ന, അത് മറന്നു കളയും വിധമുള്ള വല്ല തിരക്കും എന്ന് എനിക്ക് വന്നുപോയോ എന്ന ഒരു തോന്നൽ. നമുക്ക് തോന്നൽ മാത്രമല്ല, നമ്മളെപ്പോഴും തിരക്കിലാണ്, അല്ലേ? നമ്മൾ ദുന്യാവിന്റെ തിരക്കിൽപ്പെട്ടിട്ട് നിർബന്ധമായ കാര്യങ്ങൾ വരെ വിട്ടുകളയുന്നവരാണ്, മാറ്റിവെക്കുന്നവരാണ്. അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന മനോഭാവത്തിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം എത്ര അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടി വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോന്നൽ കാരണം ഒരു ദിവസം 100 തവണ പറഞ്ഞുവെങ്കിൽ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉറപ്പുള്ളതായ ആ കാര്യം ഒന്ന് പരിഹരിച്ചു കിട്ടാൻ എത്ര തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടി വരും? വളരെ ഗൗരവത്തിൽ നാം ഓരോരുത്തരും ആലോചിക്കുക. വിശുദ്ധ റമദാൻ നമുക്ക് സമ്മാനിക്കുന്നത് എല്ലാ ആരാധനകളുടെയും ലക്ഷ്യമായി പഠിപ്പിക്കപ്പെട്ട തഖ്വയാണല്ലോ. അതാണല്ലോ ഇതിന്റെ ഒക്കെ ഒരു കാര്യം, ഇതിലൊക്കെ പ്രധാന അതാണല്ലോ. ഈ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ചൂട് സഹിച്ച്, ക്ഷീണം സഹിച്ച് എല്ലാം ഈ പകലുകൾ നമ്മൾ കഴിച്ചു കൂട്ടുന്നു. മണിക്കൂറുകൾ നിന്ന് നിസ്കരിക്കുന്നു, നിരന്തരം ഖുർആൻ ഓതുന്നു, കയ്യിലുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നു, നാവിനെ നിയന്ത്രിക്കുന്നു, കാതുകളെ നിയന്ത്രിക്കുന്നു, കണ്ണുകളെ നിയന്ത്രിക്കുന്നു. എന്തിനാണ്? തഖ്വ കിട്ടാൻ, സൂക്ഷ്മത കിട്ടാൻ, മനസ്സ് സംസ്കരിക്കപ്പെടാൻ, വിശുദ്ധമാക്കപ്പെടാൻ. അത് മാത്രമല്ലേ നമ്മുടെ ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലക്കും ഫുർഖാനാ, അല്ലാഹു നിങ്ങൾക്കൊരു പരിഹാരം തരും. ഹലാലും ഹറാമും അല്ലാഹു വേർതിരിച്ച് കാണിച്ചു തരും. തെറ്റും ശരിയും അല്ലാഹു വേർതിരിച്ച് കാണിച്ചു തരും. സത്യവും അസത്യവും അല്ലാഹു വേർതിരിച്ച് കാണിച്ചു തരും. തഖ്വ ഉണ്ടായാൽ മതി. സത്യം എന്താണ്, അസത്യം എന്താണ് എന്ന് മനസ്സിലാക്കി മരിക്കണം. ഹറാമും ഹലാലും കൃത്യമായി വേർതിരിച്ച് കിട്ടണം. അതെന്റെ അവകാശമാണ്, അതെന്റെ അവകാശമാണ്. ഞാനിങ്ങനെ ഹക്കാണോ ബാത്തിലാണോ ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ കണ്ടതിലും കിട്ടിയതിലും തോന്നിയതിലും എല്ലാം ഇടപെട്ട് അങ്ങനെ ഒരു ദുഷിച്ച ശരീരമായി, വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായി അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനല്ല. എനിക്കിതൊക്കെ വേർതിരിച്ചു കിട്ടണം. അതിനുള്ള പരിഹാരം എന്താണെന്നറിയോ? സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. പിന്നെയോ വയുകഫിറ അൻകും സയ്യിആതികും, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പാപങ്ങളെ പരിഹരിച്ചു തരും. ഒരു നന്മ ചെയ്താൽ ഒരു തെറ്റതിലൂടെ ഉണങ്ങിപ്പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു നന്മ കൊണ്ടുള്ള ഗുണാണത്. തെറ്റ് ഉണങ്ങിപ്പോകും. പിന്നെയോ വയഗ്ഫിർ ലക്കും, വൻ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പറഞ്ഞാൽ അല്ലാഹു അത് പരിഹരിച്ചു തരും. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അല്ലാഹു ഏറ്റവും നന്നായി നമ്മോട് കാരുണ്യം കാണിക്കുന്നവനാണ്. മനുഷ്യരായ നമുക്ക് ഒരുപക്ഷെ പലപ്പോഴും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വല്ലാത്തൊരു വൈമനസ്സുണ്ടാകലുണ്ട്. നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ, അങ്ങനെയൊക്കെ മനുഷ്യൻ പറയാ. ഞാൻ പിന്നെ പറയാ, ഇപ്പൊ അവിടെ നിൽക്കട്ടെ, അവനൊന്ന് പ്രയാസപ്പെടട്ടെ, അവനും മനസ്സിൽ വേദന ഒന്ന് അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ തെറ്റുകളെ വിട്ടുകൊടുക്കാതെ നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല സഹോദരങ്ങളെ. അല്ലാഹു നമ്മൾ അറിയിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിനെ അറിയിപ്പ് നോക്കൂ നിങ്ങൾ. നബ്ബി ഇബാദി, നബ്ബി ഇബാദി, എന്റെ അടിമകളെ അറിയിക്കൂ പ്രവാചകരെ. മറച്ചു വെക്കണ്ട, ഉറക്കെ വിളിച്ചു പറഞ്ഞോളി. എന്താ വിളിച്ചു പറയേണ്ടത്? അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ആരാന്നറിയോ? അനൽ ഗഫൂറുർ റഹീം, ഞാൻ വിട്ടു പൊറുത്തു കൊടുക്കുന്നവനാണ്, റഹീമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ മറച്ചു തരുന്നു, അതിനെ മായിച്ചു തരുന്നു എന്നത് അല്ലാഹുവിന്റെ വല്ലാത്ത റഹ്മത്താണ്. നമുക്കല്ലാതെ ഇനി ആർക്കാണ്
അതാവശ്യപ്പെടാനും അവകാശപ്പെടാനും സാധിക്കുക? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ട് നമുക്കല്ലാതെ ഇനി ആർക്ക് മാറ്റമുണ്ടാകും? നോമ്പെടുക്കാതെ, നിസ്കരിക്കാതെ, അല്ലാഹനെ ഓർക്കാതെ പേരിൽ മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്നവർക്ക് ഇതോർക്കാനും അറിയാനും എന്തൊരു ധാർമ്മികതയാണ്? അവർക്ക് എന്ത് അവകാശമാണ്? അവർക്കതിന് മനസ്സുണ്ടോ? ഇല്ല. പൊട്ടിത്തെറിച്ച് നടക്കാൻ എളുപ്പമാണ്, വൈകാരികത പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്, എന്തും വിളിച്ചു പറയാൻ എളുപ്പമാണ്. പക്ഷേ അതെല്ലാം കുമിഞ്ഞുകൂടി ഒരു ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിന് തുല്യമായ ഒരു മനസ്സിന്റെ ഉടമയാണല്ലോ ഞാനെന്നത് എപ്പോഴെങ്കിലും നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ ചൂടേറ്റാൽ ഉണ്ടാകുന്ന വിയർപ്പിന്റെ മണം പോലും നമുക്ക് സഹിക്കാൻ പറ്റൂല. അടുത്തിരിക്കുന്നവന്റെ വായനാറ്റം നമുക്ക് സഹിക്കാൻ പറ്റൂല. ഒരാളെ മുറിവിൽ നിന്ന് ചെലം വരുന്നു, ആ ചെലത്തിന്റെ മണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമ്മുടെ മനസ്സിന്റെ മണമെങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോ നമ്മുടെ മനസ്സിനെ മുറിച്ചെടുത്ത് വലിച്ചെറിയും നമ്മൾ. അത്രത്തോളം ദുഷിച്ചു നാറിയതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. പാപങ്ങൾ കൊണ്ട് കറ വീണ് പൊടിപിടിച്ച് കഴുകിയാലും വൃത്തിയാകാത്ത വിധം അത് കേടായിട്ടുണ്ടാകും. അവിടെയാണ് ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും പ്രാധാന്യവും മഹത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി സ്നേഹത്തോടെ പറഞ്ഞു, ഖുൽ പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അന്യായം ചെയ്തു പോയ ആളുകൾ, പരിധി വിട്ട് പലതും ചെയ്തു കൂട്ടിയ ആളുകൾ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമോർത്ത് നിങ്ങൾ നിരാശപ്പെടണ്ട. ലാ തഖനതു, നിങ്ങൾ നിരാശയിൽ കഴിയണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞല്ലോ, മയ്യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്? ഫാഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കാണ് അല്ലാഹു നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വലിപ്പം. ഭൂമിയോളം തെറ്റുകൾ ചെയ്ത്, ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം തെറ്റുകൾ ചെയ്തു. ഇനി അതല്ല, ആകാശത്തോളം തെറ്റുകൾ ചെയ്തു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അവൻ പുറത്തു കൊടുക്കും. ശിർക്ക് വെക്കാൻ പറ്റൂല. ജാറത്തിലും മക്ബറയിലും പോയി നൂലും ഐക്കല്ലും ചരടും കെട്ടി അങ്ങനെ എല്ലാ ദുഷിച്ച വിശ്വാസങ്ങളിലും കയറിക്കൂടി അങ്ങനെയല്ല, അല്ലാ എന്ന് വിളിച്ചുകൊണ്ട്, റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ വിശ്വാസികളായ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി റബ്ബി ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി, ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ നിരന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നോമ്പുകാരന്റെ മുഴുവൻ സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള സമയമാണ്. അത്താഴത്തിന്റെ സമയം പ്രത്യേകിച്ച്, അത്താഴത്തിന്റെ സമയം പലർക്കും അശ്രദ്ധ വരുന്ന ഒരു സമയമാണ്. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു, വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ആ സമയത്ത് ഇസ്തിഗ്ഫാർ നമ്മൾ കിടന്നാണെങ്കിലും ഇരുന്നാണെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ട സമയമാണ്. നോമ്പ് മുറിക്കാനാകുന്ന നേരം പല തിരക്കുകളുണ്ടാകും, ബഹളങ്ങളുണ്ടാകും. പക്ഷേ മനസ്സ് അല്ലാഹ്ക്ക് കൊടുത്തിട്ട് ആ തിരക്കിനിടയിൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഗഫിർലി എന്ന് നമ്മുടെ മനസ്സറിഞ്ഞ് പറയാൻ ആരനുവാദവും വേണ്ട ആവശ്യമില്ല. അടുക്കളയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ റബ്ബിനോട് നമ്മുടെ പ്രശ്നം പറയാം. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിവസങ്ങളെ പരമാവധി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പാപങ്ങളെ തള്ളിക്കളയാൻ, ഉന്തി മാറ്റാൻ, കഴുകി വൃത്തിയാക്കാനുള്ള ഏറ്റവും വലിയ അവസരമായി ഈ ദിവസങ്ങളെ നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ വിലപ്പെട്ട ദിവസങ്ങളിൽ നാം ഏറ്റവും കൂടുതലായി ഓർക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രാധാന്യമുള്ള സംഭവമാണ് ഗസ്വത്ത് ബദർ, ബദർ യുദ്ധം എന്നത്. പല നിലക്കും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങളുമൊക്കെ മനസ്സിലാക്കാനും അറിയാനും സൗഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ആ മഹാസംഭവം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടായത് സത്യം എന്താണ്, അസത്യം എന്താണ് എന്ന് കൃത്യമായി വേർതിരിച്ച് കാണിച്ചു തരാൻ വേണ്ടിയാണ്. സത്യത്തിന്റെ ആളുകൾ ആരാണ്, അസത്യത്തിന്റെ ആളുകൾ ആരാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തിലൂടെ അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ചില ആളുകൾ അഥവാ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ വലിയ മുസ്ലിം പേരൊക്കെ വെച്ച് നടക്കുന്ന ആളുകൾ പറയുന്നു ബദർ എന്നത് ഒരു കൊള്ളയടിക്കലായിരുന്നു, മുഹമ്മദും കൂട്ടരും കൊള്ളയടിച്ച് കാര്യം നേടിയവരാണ് എന്ന് അവർ വൈകാരികമായിട്ടൊക്കെ സമൂഹത്തിൽ പറയാറുണ്ട്. അതൊരിക്കലും കൊള്ളയടിക്കലല്ല. ആ നിലക്ക് ബദർ യുദ്ധം എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് അന്യായമായി പിടിക്കപ്പെട്ട സ്വത്ത് അത് തിരിച്ചു വാങ്ങുക എന്നത് സ്വഹാബത്തിന്റെ അവകാശമാണ്. അപ്പൊ സ്വഹാബത്തിന് അതിന് പറ്റിയ അവസരം അള്ളാഹുവിന്റെ വിധിപ്രകാരം വന്നു കിട്ടി. ആ അവസരം അവർ മുതലെടുത്തു. അവരെ സമ്പത്തും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്യായമായിട്ടാണല്ലോ മക്കത്തെ മുശ്രിക്കുകൾ പിടിച്ചെടുത്തത്. അവരെ കച്ചവട സംഘം തിരിച്ചു വരുമ്പോ ഇവരെ സ്വത്താണ് അവരെ കയ്യിലുള്ളത് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ആ സ്വത്ത് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങണം എന്ന തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിനെ വിമർശിക്കാൻ അതിനെ കൊള്ളയായി പരിചയപ്പെടുത്തുന്ന, ഒന്നും അറിയാത്ത, ദീനുമായി ബന്ധമില്ലാത്ത എന്നാൽ മുസ്ലിം പേര് വെച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ സംസാരങ്ങളിൽ നമ്മൾ ആരും വഞ്ചിതരാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ യുദ്ധം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഒരു തീവ്ര ഭീകര മതമാക്കി മാറ്റാനൊക്കെ വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ട്. അവർക്കും അതുമായി ബന്ധപ്പെട്ട് അത്രേ അറിവുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഒരു തീവ്ര ഭീകര മതമാക്കി അവതരിപ്പിക്കാൻ അവർ തുനിയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. സമാധാനം എന്ന് പറയുമ്പോൾ പിന്നെ സമാധാനക്കേടിന് യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. അതുപോലെ തന്നെ ബദറിന്റെ മറവിൽ ഇനി ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ഒരുപാട് അനാചാരങ്ങൾ ഗ്രൗണ്ടുകളിലും മദ്രസകളിലും പള്ളികളിലുമൊക്കെ നടത്തപ്പെടാൻ പോകുന്നുണ്ട്. ബദർ ആണ്ട് എന്ന ഒരു സംഭവം തന്നെ ഇസ്ലാമിലില്ല. ബദർ യുദ്ധം ആണ്ടിനു വേണ്ടിയല്ല, അത് തൗഹീദിനെ ഊട്ടി ഉറപ്പിച്ച യുദ്ധമാണ്. അവിടെ പിന്നെ ശിർക്കിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ബദരീങ്ങളെ എന്ന വിളിക്ക് ഇസ്ലാമിൽ സ്ഥാനമല്ല, അല്ലാഹ് എന്ന വിളിക്കന്നെ സ്ഥാനമുള്ളൂ. ബദരീങ്ങളെ പേരിന് പ്രത്യേകം മഹത്വം കൊടുക്കാനോ അതെവിടെങ്കിലും തൂക്കിയിടാനോ ആ ബദരീങ്ങളെ പേര് തവക്കുലാക്കാനോ ഇസ്ലാം ഒരക്ഷരം കൊണ്ട് പോലും പറഞ്ഞിട്ടില്ല. ഒരക്ഷരം കൊണ്ട് പോലും. പിന്നല്ലേ ഹദീസ്, പിന്നല്ലേ ആയത്ത്, അപ്പൊ എവിടെയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. അത്തരം അനാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി നമ്മുടെ നോമ്പിനെ പോലും നമ്മൾ ബാത്തിലാക്കരുത്. എവിടേക്ക് ആര് വിളിച്ചാലും പോകരുത്. ബദർ മൗലിദ്, ബദർ ആണ്ട് അത് നടത്തുന്നത് നടത്തിക്കോട്ടെ. അവിടെ നമ്മൾ സഹകരിച്ചു കൊടുത്താൽ, ഒരു രൂപ അതിനു വേണ്ടി കൊടുത്താൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞു കുടുങ്ങും, ഒരു സംശയവുമല്ല. കാരണം വിശുദ്ധ ഇസ്ലാമിൽ ആ നിലക്കുള്ള കാര്യങ്ങൾക്ക് യാതൊരു മഹത്വവുമില്ല, യാതൊരു പരിഗണനയും ഇല്ല. മറിച്ച് അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. അത് അല്ലാഹു കൊടുത്ത ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിനപ്പുറം ഒന്നും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം ഈ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഇന്ന് പ്രധാനമായും 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പള്ളി കളക്ഷന്റെ കാര്യം എല്ലാവരും ഒന്ന് ഗൗരവത്തിൽ കാണണം. വിശുദ്ധ റമദാനാണ് എന്ന് മനസ്സിലാക്കി സാധിക്കുന്ന ഏറ്റവും നല്ല സഹായം നമ്മുടെ പള്ളി പരിപാലനത്തിന് വേണ്ടി കൊടുക്കാൻ ഓരോരുത്തരും സന്നദ്ധരാവുക. അതുപോലെ സകാത്ത് സെല്ല് ഇവിടെ ഉണ്ട്. സകാത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർ, അത് ശ്രദ്ധിക്കുന്നവർ, അതിനവകാശപ്പെട്ടവർ അത് കൃത്യമായി ഇവിടെ ഏൽപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എന്നറിയിക്കുന്നു.
അതുപോലെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈദ് കിസ്വ എന്ന് പറയുന്ന സംവിധാനം പാവങ്ങളായ ഒരുപാട് മക്കളുണ്ട് നമ്മുടെ കുട്ടികളെ പോലെ. അപ്പൊ അവർക്ക് നമ്മൾ ആരും അറിയാതെ, അവർ തന്നെ എവിടുന്നാണെന്ന് പോലും അറിയാതെ അവർക്ക് ഒരു വസ്ത്രത്തിന് വേണ്ട തുക അവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൃത്യമായി ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ വസ്ത്രം സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ്. അത് 1300 രൂപയാണ് ഒരു കുട്ടിയുടെ വസ്ത്രം. സാധിക്കുന്ന പോലെ അതുമായി ബന്ധപ്പെടാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا